Chinese food in the Hello guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് മാക്രോണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഞാൻ അല്പം ചൂടുവെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കേണ്ട കേട്ടോ. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണി സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി, അതായത് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മാക്രോണി വേവിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മാക്രോണി അതിനകത്തേക്ക് ഇട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ നല്ല സ്മൂത്തായിട്ട് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് നമുക്ക് ഓൾറെഡി വേണ്ട മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട മസാലകളൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണേ കേട്ടോ. അപ്പം നമ്മളിത് ആദ്യം തന്നെ എടുത്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഞാൻ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഒരു ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വെളുത്തുള്ളി നമ്മൾ കുറച്ച് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തേണ ഒരു ക്യാപ്സിക്കം ഉണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മസാലക്കുള്ള പരുവം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, പിന്നെ 2-3 കഷ്ണം 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ സവാളയും ആണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ചൂടായി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകെ അടുത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ പോണേ കേട്ടോ. ഒരു സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം നമ്മൾ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കണത്, ഒരെണ്ണമാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കണ മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് എടുത്തേക്കണത്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 മതി കേട്ടോ. നമുക്കപ്പോൾ ഫ്ലേവർ കിട്ടണമെങ്കിൽ ചിക്കൻ മസാല ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ
നമ്മുടെ പൊടിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തേക്കണത്. ആ തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ മസാല മിക്സൊക്കെ നല്ല കളർഫുള്ളായിട്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്രോണി ഇങ്ങനത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. ഗൈസ്, അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു. അപ്പം ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ മാക്രോണിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഊറ്റി കളഞ്ഞിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ല രീതിയിൽ എല്ലായിടത്തും അത് പിടിക്കണ രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മാക്രോണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. സോ ലവ് യു ആൻഡ് ബൈ.